أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله عما بعد. MS വോയിസിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠന ക്ലാസിന്റെ 44ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വല്യപ്പമാരെ, വല്യമ്മമാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പലാവർത്തി ഖത്മ് തീർക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ, അതുപോലെ തന്നെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ നിന്നൊക്കെ കരകയറ്റി അള്ളാഹു ഖൈറിലും റാഹത്തിലും ഒക്കെ ആക്കി നൽകട്ടെ. ആമീൻ. നിങ്ങളെ വിലയേറിയ ദുആകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന ദുആവസിയത്തോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് എത്രാമത്തെ ക്ലാസ്സാണ്? 44ാമത്തെ ക്ലാസ്സിലേക്ക് സൂറത്തുൽ ബുറൂജ് ആണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠിക്കണം, ഖുർആൻ ചെറിയവർക്കും വലിയവർക്കും പഠിക്കാം എന്ന ഫോട്ടോ കണ്ട് അതിലൊന്ന് തൊട്ടിട്ടാവും ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, അറബി വായിക്കാൻ കിട്ടുന്ന ആളുകൾക്ക് ഖുർആൻ ഈ ക്ലാസ് കൊണ്ട് ഖുർആൻ പഠിക്കാൻ കഴിയുകയുള്ളൂ. അറബി എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ടെങ്കിൽ അറബി എഴുതി പഠിക്കാനുള്ള ക്ലാസ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ചെറിയവർക്കും വലിയവർക്കും അറബി എഴുതി പഠിക്കാം എന്ന് പറഞ്ഞിട്ട് കാണാം. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് അതിൻ്റെ വീഡിയോകൾ ഓരോന്നായി കണ്ട് ഒരു വരെയുള്ള നോട്ട് ബുക്കിൽ എഴുതി വായിച്ച് പഠിച്ച് ലെവലാക്കുക. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട്, 1.5 മാസം കൊണ്ട്, 1.5 മാസം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, ദിവസത്തിൽ 1 മണിക്കൂറാണ് ഒരു ക്ലാസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ. അങ്ങനത്തെ 1.5-45 ക്ലാസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താകും, അറബി എഴുതാനും വായിക്കാനും പഠിക്കുക. അപ്പം നല്ല മെമ്മറി ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്ലാസ് 45 ക്ലാസ് ഒരു ദിവസം 2-3 ക്ലാസ്സൊക്കെ കാണാം. അങ്ങനെ 2-3 ക്ലാസ്സൊക്കെ കണ്ട് ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 1 മാസമൊന്നും വേണ്ട അറബി വായന പഠിക്കാൻ, എഴുത്തും വായനയും പഠിക്കാൻ. അത് കഴിഞ്ഞ് ക്ലിയറായി ഒരു 7-8 ഒക്കെ അക്ഷരമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ മുസ്തഖ്ലിഫൂന, ഈമാനൂന, മുസ്ലിമൂന, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞാൽ സ്വന്തം എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് കടക്കാം.
അതും അതിൻ്റെ തുടക്കം മുതൽ തന്നെ കാണണം. തുടക്കത്തിൽ നമ്മൾ ഒറ്റക്ഷരം എഴുതി പിന്നെ കൂട്ടി എഴുതിയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ കൂട്ടി എഴുതി പഠിപ്പിക്കാത്തത്. ഒറ്റക്ക് എഴുതി പിന്നെ കൂട്ടി എഴുതി പഠിപ്പിക്കുന്ന ശൈലി നമ്മൾ സ്വീകരിക്കാത്തത്. ഓൾറെഡി അത് തുടക്കത്തിൽ നമ്മളത് ചെയ്തതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അറബി എഴുത്തും വായനയും പഠിക്കുന്ന ക്ലാസ് കാണണം. തജ്വീദിൻ്റെ ക്ലാസ് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാകാം. തജ്വീദ് പഠിക്കണം എന്ന് അവർക്കുള്ള ക്ലാസ് ഓൾറെഡി നമ്മളെ MS വോയിസിൽ ലഭ്യമാണ്. തജ്വീദിൻ്റെ പിന്നെ ഇദാമിലാവിന് ഇഖ്ലാബി ഖിഫാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ നിയമങ്ങൾ, അതുപോലെ തന്നെ വഖഫിൻ്റെ അടയാളങ്ങൾ, പിന്നെ തർക്കീഖും തഫ്ഹീമും അങ്ങനെയുള്ളത്, ഹൗലമീറ ഹൗസക്കത്ത് ഹൗത്താനീസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പാഠങ്ങൾ, ഇങ്ങനെ തുടങ്ങി അത്യാവശ്യം തജ്വീദിൻ്റെ ക്ലാസ്സുകളൊക്കെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ഓൾറെഡി MS വോയിസിലുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ പഠിപ്പിക്കാൻ MS വോയിസ് തയ്യാറാണ്. മനസ്സിലായി? അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഓൾറെഡി അതിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന് മാത്രം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോകളൊക്കെ ഉള്ള ഒരു ചാനലാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് പ്ലേ ലിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഇവിടെ വരെ നമ്മൾ എടുത്തത് അല്ലേ? വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഓക്കെ, ഇത്ര വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നോക്കാം. ഞാനിവിടെ എഴുതാ, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമോ നോക്കി നോക്കട്ടാ. ഒരു അലിഫ് എഴുതി, ലാം എഴുതി, നൂൻ എഴുതി, നൂനെ നീട്ടി, ഇതെങ്ങനെ ഇട്ടു? എന്താ വായിക്ക? അന്നാരി അന്നാരി. ഇത് വസില്ല അംശയാണ്. ഇവിടെ ഇങ്ങനെയുള്ള പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവുക. അത് തുടക്കത്തിൽ ഓതുമ്പോ എന്ന് പറഞ്ഞു ഓതും. അതല്ലെങ്കിൽ അലിഫ് ഉണ്ടാവില്ല. കൂട്ടി ഓതുന്ന അവസരത്തിൽ ഹംസ ഉണ്ടാവില്ല. ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഓതുക. അന്നാരി അന്നാരി. അടുത്തത് നോക്കി ഏതിനാ മനസ്സിലാവുണ്ടായി? അക്ഷരം ദാലാണ് അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ എന്തായി? അന്നാരി ദാതി ദാതി. ഇവിടെ ഒരു അലിഫ്, ഒരു വാവു, ലാം. എന്തായി? ദാതിൽ വ ദാതിൽ വ. ഇനി ഇതൊരു ഖാഫ് വാവ്. ഇവിടെ ആയത്ത് അവസാനിക്കാണ്. അപ്പൊ എന്തായി വായിക്കുക? വഖൂദ് അന്നാരി ദാതിൽ വഖൂദ്. ശരിയായോ? അന്നാരി ദാതിൽ വഖൂദ്. ഇനി അടുത്ത ആയത്ത് എഴുതുന്ന ശ്രദ്ധിക്ക്. വായിക്കിട്ടാ എന്താ വായിക്കുക? വായിക്കാൻ കിട്ടില്ലേ? ഏതാശര ഐനാണ്. വായിക്കാൻ കിട്ടണില്ലേ? കിട്ടുന്നുണ്ടോ? ഹാ കൂട്ടി എഴുതി. ഇദ് ഹും അലൈഹ. അടുത്ത ഖാഫ് ലൊമ്മിട്ടു. ഇനി ഒരു ഐന് കൂട്ടിയതാണ് വാവും. എന്തായി? വായിച്ചോളി. ലൊമ്മ തന്നെ ഇട്ട് കൊടുക്കാണ്. വായിക്കി. ഇദ് ഹും അലൈഹ ഖുഊദുൻ. ആയത്ത് അവസാനിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഖുഊദ് സുക്കൂൻ കൊണ്ട് ഓതി നിർത്തും. ഇദ് ഹും അലൈഹ ഖുഊദ്. അടുത്തത് നോക്കൂ കേട്ടോ. വാവ്, ഹാ, മീം. എന്താ വായിക്കുക? വായിച്ചോളി. ഇനി ഇവിടെ നോക്കിയ ഒരു ഐന്, ലാമ്, അതിൻ്റെ കൂടെ ഒരു യാ. എന്താ വായിക്കുക?
വായിച്ചോളി. ഒരു യാ, ഒരു ഫാ, ഒരു ഐന്, ഒരു ലാമ്, ഒരു വാവ്. വായിച്ചോളി. വായിക്കി മക്കളെ. അല അല, ഇവിടെ ഒരു മീമുണ്ട് കേട്ടാ. അല മാ യഫ്അലൂന, അല മാ യഫ്അലൂന. അടുത്തത് നോക്ക്, എന്താ വായിക്ക? ബി. അലിഫിട്ടെന്ന് വിചാരിച്ചിട്ട് ബീനെ നീട്ടാൻ പറ്റില്ല അല്ലേ? ബീനെ നീട്ടണമെങ്കിൽ കസർ നീട്ടണ യാണ് വേണ്ടത്. അപ്പൊ ബി എന്താ വായിക്ക? എന്താ വായിക്ക? ബിൽ. ബിൽ എന്താ വായിക്ക? വാവിന്റെ മേലെ ഹംസു വന്നിട്ടുണ്ട്. വീന്നാണോ വായിക്ക? അല്ല, ആണ് വായിക്ക. ആ ഇ ഉ ഇ. ബിൽ മു, ബിൽ മു, ബിൽ മു. ഇനി ഒരു മീം എഴുതി, ഒരു നൂൻ എഴുതി, ഒരു യാ ഇങ്ങനെ എഴുതി, വീണ്ടും ഒരു നൂൻ എഴുതി. മു മി യാ എഴുതി, എന്താ വായിക്ക? മുഅ്മിനീന വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന. അടുത്ത് നോക്കി, ഷീന എഴുതി, ഹാ ഇവിടെ ഒരു ദാൽ എഴുതിട്ടാ. എന്താ വായിക്ക? ഷുഹൂദുൻ. ആയത്ത് അവസാനിച്ചു. അപ്പൊ അവിടെ ഷുഹൂദ് എന്ന് പറഞ്ഞ് നിർത്താം. ഓതി. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീൻ. ശ്വാസം കിട്ടാൻ നിർത്തിക്കോ. എന്നിട്ട് പറഞ്ഞു ബിൽ മുഅ്മിനീന ശുഹൂദ്. അടുത്ത നോക്ക്, ഒരു വാവിട്ടു, മീമിട്ടു, അലിഫിട്ട് നീട്ടി, പിന്നെ നൂനിട്ടു, കാഫിട്ടു, മീമിട്ടു, വാവിട്ട് നീട്ടി. വായിച്ചോളി. ഒരു മീമിട്ട്, നൂനിട്ട്, ഹാവിട്ട്, മീമിട്ട്. വമാ നഖമൂ. എന്താ വായിക്ക? വമാ നഖമൂ മിൻകും. ഒരു ഈട്ട്, ഒരു ലാമലിഫിട്ട്. എന്താ വായിക്ക? ഇല്ല ഇല്ല. അടുത്തത് ഒരു അലിഫിട്ട്, ഹംസിട്ട്, നൂനിട്ട്, ഇപ്പം എന്തായി? ഐ. യാ ഇട്ട്, വാവിട്ട്. അയ്യോ അയ്യോ. ഇനി മീമിട്ട്, നൂനിട്ട്, വാവിട്ട്. യു മീനു, ഒരു അലിഫ് ഇവിടെ ഉണ്ടാവും. അയ്യോ മീനു വമാ നഖമൂ മിൻകും ഇല്ലാ അയ്യോ മീനു. പിന്നെ യു മീനു. അടുത്തത് ബാ ഇട്ടോ, പിന്നെ അള്ളാഹു എന്നുള്ള ഇതെഴുതി. എന്താ വായിക്ക? ബില്ലാഹി എന്നാണ് വായിക്ക. കസറിന് ശേഷം അല്ല വന്നാൽ ഇല്ല എന്ന് വായിക്കണം. ഫത്തയിൻ്റെയും ലൊമ്മിൻ്റെയും ശേഷം അല്ല വന്നാൽ അള്ളാഹ് എന്ന് വായിക്കണം. ഇവിടെ ബാഇന് കസറാണ്, കസറിന് ശേഷം അല്ല വന്നാൽ ബില്ലാഹി എന്ന് വായിക്കും കേട്ടാ. ഇല്ലാ അയ്യുമിനു ബില്ലാഹി. ബില്ലാഹി ഒരു ഐന് സാ. ഇപ്പം എന്താ വായിക്കുക? ബില്ലാഹിൽ അസീസി. ബില്ലാഹിൽ അസീസി. അസീസി അസീസി. ഇപ്പം എന്താ വായിക്കുക? അസീസിൽ. ഒരു ഹാ ഇങ്ങനെ എഴുതി, മീം ഇങ്ങനെ ദാൽ എഴുതി. അസീസിൽ ഹമീദി. ആയത് അവസാനിച്ചു. അപ്പൊ നോക്കൂ, വമാ നഖമൂ മിൻകും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്
വമാനഖമൂ മിൻഹും ഇവിടെ എന്താ നിയമം? സാക്കിന നൂന ഷാവെന്ന് ഇൽഹാറാണ് നിയമം. ഇല്ല എന്നുള്ള ലാമിനെ നീട്ട ഇവിടെ ഒരു അലിഫുണ്ട്, അലിഫിന് ശേഷം ഹംസ് വന്നു. ഹംസ് വരുമ്പോ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മള് ഒരു മദ് ഇട്ട് കൊടുക്കണം. അപ്പൊ അവിടെ കൂടുതൽ നീട്ടണം. ഇവിടെ മായച്ച കസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇല്ല ഇവിടെ സാക്കിന നൂന ഷാവ് വന്നു. അപ്പൊ ഇവിടെ എന്താ നിയമം? ഇത് ആംബി തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ശബ്ദം ഉണ്ടാവും. ഇല്ല അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ശ്വാസം കിട്ടൽ എങ്ങനെ ഓതാ? വമാ നഖമൂ മിൻഹും ഇല്ലാ അയ്യുമിനു. അവിടെ നിർത്താ. എന്നിട്ട് ഇവിടുന്ന് മടക്കി ഓതാ. ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ശരിയായോ? അടുത്തൊരായത്തും കൂടി എഴുതാം. എടുത്തിട്ട് നിർത്താണ് കേട്ടോ. നോക്കിക്കോളി. അല്ലദീന എഴുതാൻ പോണ്. ആ ലാമ് ദാൽ ഇങ്ങനെ ഇടാ. എന്നിട്ട് അല്ലദീ ഇവിടെ ഇത് ഉണ്ടാവില്ല കേട്ടാ. അല്ലദീ ആയത്ത് അവസാനിച്ചൂടെ അലിഫിന്റെ മേൽ ഫത്തഹ ഉണ്ടാവില്ല, അലിഫ് ഇട്ടിട്ടുണ്ടാവുക. ഇതിന്റെ മേലെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവുക. എന്താ വായിക്കുക? അല്ലദീ അല്ലദീ. നോക്കൂ എന്താ വായിക്കുക? ലഹു അല്ലദീ ലഹു. അടുത്തത് മീമ് ലാമ് കാഫ്. ലഹു മുൽക്കു അല്ലദീ ലഹു മുൽക്കു. ഇവിടെ ഹാഉ ലമീർ, ഹാഉ ലമീറിന്റെ മുമ്പും ഹർക്കത്താണ് ശേഷം ഹർക്കത്താണ്. അപ്പൊ ഇവിടെ ഒരു വാവ് ഇങ്ങനെ ഉണ്ടാവും നീട്ടാൻ വേണ്ടിയിട്ട്. അല്ലദീ ലഹു മുൽക്കു ലഹു മുൽക്കു. ഇനി നോക്കിയാളി, ചെറുതാക്കി എഴുതണേ. സമ എന്താ വായിക്കുക? സമാ സമാവാത്തി എന്നാണ് വേണ്ടത്. സമാന നീട്ട കുഞ്ഞലിഫ് ഇടട്ടാ. പിന്നെ വാവ് ഇട്ടിട്ട് ഇവിടെ ഒരു അലിഫ് ഉണ്ടാവും. സമാവാത്തി അല്ലദീ ലഹു മുൽക്കു സമാവാത്തി. ഇനി വൽ അർളി എന്ന് എഴുതാൻ പോണേ. വൽ ആ ലാദ് ഇങ്ങനെ എഴുതി. വൽ അർള് ഇവിടെ നിർത്താം. ഇവിടെ ഇങ്ങനെ ഒരു ജീമെന്ന് ഇങ്ങനെ അടയാളമുണ്ട്. അതായത് ഇവിടെ വഖഫ് ജായിസാണ് എന്നാണ്. വേണമെങ്കിൽ വഖഫ് ചെയ്യാം. നമുക്ക് ഏതായാലും ശ്വാസം ഇല്ലാത്ത നമ്മളിവിടെ നിർത്താം. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള്. ഇനി അടുത്തത് വല്ലാഹു അലാ. വല്ലാഹു എങ്ങനെ എഴുതാ? വാവ് ഇങ്ങനെ ഇടാ, എന്നിട്ട് അലിഫ് ഇടാ, എന്നിട്ട് അള്ളാഹുവിന്റെ ഇസ്മ എഴുതാ. അപ്പൊ എന്തായി? വല്ലാഹു അലാ എങ്ങനെ എഴുതാ? ഇവിടെ ഉണ്ട് അല. വല്ലാഹു അലാ കുല്ലി. കാഫുലാവും കൂട്ടി എഴുതാ. കുല്ലി ഷൈഇൻ. യാഉം ഹംസും കൂട്ടി എഴുതാ കേട്ടാ. ഷീനും യാഉം എഴുതിയാ മതി. ഷൈ ഇങ്ങനെ കൊണ്ടുവന്ന് യാ ഇങ്ങനെ ഇടാ. അലാ കുല്ലി ഷൈഇൻ. ഹംസ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാ. ഷൈഇൻ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഷീൻ ഇങ്ങനെ എഴുതി, ഹാ ഇങ്ങനെ എഴുതി, യാ ഇങ്ങനെ എഴുതി, ദാൽ ഇങ്ങനെ എഴുതാ. ഷഹീദുൻ എന്നുള്ളത് മുസാഫില്. നമ്മൾ നിർത്തുമ്പോൾ ആയത്ത് അവസാനിക്കാണ്. അപ്പൊ സുക്കും കൊണ്ട് നിർത്തണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഞാൻ ഒന്നുകൂടി ഒന്ന് ഓതാ, എല്ലാവരും നോക്കുക. അന്നാരി ദാത്തിൽ വഖൂദ് إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد
الذي له ملك السماوات والأرض والله على كل شيء شهيد صدق الله مولانا العظيم. അപ്പം ഇന്ന് ഇത്ര മതി. സൂറത്തുൽ ബുറൂജ് എത്ര ആയത്തായി? 9 ആയത്തായി കേട്ടോ. ഇതിലെ ആയത്തുകൾ വലിയ ആയത്തുകളാണ്. അപ്പൊ നോക്കി കണ്ട് ശ്രദ്ധിച്ചൊക്കെ ഓതി പഠിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ റജബൊക്കെ എങ്ങനെ ഉഷാറല്ലേ? റജബില് നോമ്പൊക്കെ എടുക്കണല്ലേ? എല്ലാ മാസവും ആദ്യത്തെ 3 ദിവസം നോമ്പൊക്കെ സുന്നത്തുണ്ട് കേട്ടാ. പിന്നെ ഇപ്പൊ റജബ് മാസം മുഴുവന് നോമ്പൊക്കെ സുന്നത്തുണ്ട്. റമളാനിൽ നോമ്പൊക്കെ അള്ളാഹുള്ളവരൊക്കെ എന്ത് ചെയ്തോളി? റജബിലും ഷാബാനിലൊക്കെ നോമ്പ് നോറ്റി വിട്ടുകൊള്ളി. മാത്രമല്ല ഷാബാനിലെ ഒരു നോമ്പിന് 30 നോമ്പിന്റെ കൂലിയാണ്. ഒരു നോമ്പിന് ഷാബാനിൽ റജബില് ഒരു നോമ്പെടുത്ത 30 നോമ്പെടുത്ത കൂലിയാണ്. ഈ റജബ് മാസത്തിലെ നമുക്ക് റമളാനിന് ഖളാഉള്ള നോമ്പൊക്കെ ഉണ്ടെങ്കിൽ റമളാനിൽ നിന്ന് ഖളാ ആയി പോയ നോമ്പിനെയും റജബിന്റെ സുന്നത്ത് നോമ്പിനെയും നോറ്റി വീട്ടുന്നു എന്ന് കരുതി നോമ്പെടുത്തു കഴിഞ്ഞാലേ റമളാൻ ഖളാ വീടും ചെയ്യും. റജബ് മാസത്തിൽ നോമ്പെടുത്തതിൻ്റെ കൂലിയും കിട്ടും. റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പ് വെച്ച 30 ദിവസം നോമ്പ് വെച്ച കൂലിയാണ്. അപ്പൊ എന്തിനാ വെറുതെ ഒക്കെ കളയണേ? പിന്നെ റജബ് 27 വരുമ്പോ 27 റജബ് 26 നോമ്പ് മിറാജിന്റെ നോമ്പ് നമ്മൾ പറയില്ലേ, ആ നോമ്പിന് 60 മാസം നോമ്പ് വെച്ച കൂലിയാണ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം നോമ്പ് വെച്ച കൂലി. എന്തിനാ ഇതൊക്കെ കളയുന്നേ? ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് നോറ്റ് ഖളാ വിട്ടുക കേട്ടോ. ഖളാ ഉള്ളവരൊക്കെ ഖളാ വിട്ടാൻ ശ്രമിക്കുക. കഴിഞ്ഞ റമളാന് നോമ്പ് ഖളാ ആയവർ ഈ റമളാനിനുള്ളിൽ ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ പിന്നത്തെ അടുത്ത റമളാന് ഖളാ വീട്ടുമ്പോ ഖളാ വീട്ടുന്നതിന്റെ കൂടെ ഫൈനും അടക്കണം. ഒരേ മുദ്ദ അരിയും കൊടുക്കണം കേട്ടോ. അത് പിന്നെ കാരണം ഇല്ലാതെ നോമ്പ് ഖളാ ആയ ആളുകള്, പിന്നെ കാരണത്തോട് കൂടിയാണെങ്കിൽ നോമ്പ് ഖളാ ആയ ആളുകള് അത് നോറ്റ് വീട്ടാൻ അവസരം ഉണ്ടായിട്ട് നോറ്റ് വീട്ടിയില്ല. മനസ്സിലായുണ്ടോ? കാരണം ഇല്ലാതെ നോമ്പ് ഖളാ ആയ കാര്യം ഒന്നും പറയണ്ടല്ലോ. അവരെന്തായിരുന്നാലും നോമ്പ് ഖളാ വിട്ടണ്ടേ? ഒരു നോമ്പ് വിട്ട് ഒരു റമളാൻ വിട്ട് പിന്തിച്ചു കഴിഞ്ഞാല് എന്താവും? ഒരേ മുദ്ദരി കൊടുക്കണം. അപ്പൊ 10 കൊല്ലം മുമ്പ് നോമ്പ് ഖളായി പോയി നോമ്പ് ഇതുവരെ നോറ്റ് വിട്ടിട്ടില്ല ഒരാള്. ഒരു മാസത്തെ നോമ്പ് റമളാനിലെ നോമ്പ് തന്നെ നോറ്റ് വിട്ടിട്ടില്ല. അപ്പൊ ഇനി ആ നോറ്റ് വീട്ടുമ്പോ 10 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഓരോ നോമ്പിനും 9 മുദ്ദരി വെച്ച് കൊടുക്കണം. നോമ്പ് മാത്രം എടുത്താൽ പോരാ, ഒരു നോമ്പിന് 9 മുദ്ദരി. 10 കൊല്ലം എത്തിയല്ല, അപ്പൊ 1 കൊല്ലം നമുക്ക് വിട്ടുവെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു നോമ്പ് നോറ്റാൽ അതിന് 9 മുദ്ദരി കൊടുക്കും. ഒരു മുദ്ദരി എന്ന് പറഞ്ഞാൽ എത്ര? 700, 800, 600 ഇങ്ങനെ ഗ്രാമാണ്. മുദ്ദ് ഞാൻ കാണിച്ചു തരട്ടെ, അവിടെ ഉണ്ട്. മുദ്ദ് എന്ന് പറയുന്നത് ശരിക്ക് ഇതിന്റെ പിന്നെ മരത്തിന്റെ ഇതുകൊണ്ടാണ് പാത്രം ഉള്ളത്, മുദ്ദിന്റെ പാത്രം. ഇതിപ്പോ ആ അളവിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രം. കണ്ട അത് ചെടി വെക്കണ പാത്രമായിട്ടോ അടുക്കളയിൽ പഞ്ചസാരയും ചായപ്പൊടി ഇട്ടേക്കണ പാത്രമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതൊന്നല്ല, ഇത് മുദ്ദിന്റെ പാത്രമാണ്. ഇതില് ഒരു പാത്രം അരി, അതാണ് ഒരു മുദ്ദ അരി എന്ന് പറയുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ മുദ്ദുൻ നബി കാണുന്നുണ്ടാവോ? മുദ്ദുൻ നബി എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോ ധാന്യം ദാനം ചെയ്യുമ്പോൾ കണക്കാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച അളവാണ് മുദ്ദ്. ഹജ്ജ്, നോമ്പ് എന്നിവയുടെ കഫാറത്തുമായി പ്രായശ്ചിത്തം ബന്ധപ്പെട്ട് മുദ്ദ് നൽകാൻ നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ പറയുന്നുണ്ട്, മുലയൂട്ടുന്ന സ്ത്രീ തൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഒഴിവാക്കിയാൽ നോമ്പ് ഖളാ വിട്ടണട്ടാ, അതിൻ്റെ കൂടെ ഒരു മുദ്ദരി കൊടുക്കണം. വയോവൃദ്ധരും ഗുരുതര രോഗം പിടിപെട്ടവരും ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം ദാനം ചെയ്താൽ മതി. അവർക്ക് ഇനി നോമ്പ് എടുക്കാൻ പറ്റില്ല, വൃദ്ധരായില്ലേ. അപ്പൊ അവര് നോമ്പ് എടുക്കണ്ട, നോമ്പിന് പകരം എന്ത് ചെയ്താൽ മതി? എടുക്കണ്ട, കാരണം നോമ്പ് എടുക്കാൻ പറ്റൂലെങ്കിൽ എടുക്കണ്ട, ഒരു നോമ്പിന് ഒരു മുദ്ദരി കൊടുത്താൽ മതി. പക്ഷെ മുലയൂട്ടുന്ന ഉമ്മ മുലയൂട്ടലൊക്കെ കഴിഞ്ഞ് ഒക്കെ ഉഷാറായി കഴിഞ്ഞ് നോമ്പ് ഖളാ വീട്ടിട്ട് ഒരു മുദ്ദരി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ട എത്ര? 4 മുദ്ദരിയാണ്. ഇതുപോലെ ഒരു സാരി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ മുദ്ദിന്റെ അളവൊക്കെ വീട്ടിലുണ്ടാവുന്നത് പാത്രമൊക്കെ ഉണ്ടാവും, നല്ലതാ. ഇപ്പൊ ഇത് പലതും പല അളവായിക്കാരം. ചിലർ പറയും 2,800 കൊടുക്കണം, ചിലർ പറയും 2,750 കൊടുക്കണം ഫിത്ർ സക്കാത്തിന്, ചിലർ 3 കിലോ കൊടുക്കണം എന്ന്. ശരിയാണ്, കാരണം ഇതിലിട്ടിട്ട് അരി തൂക്കുമ്പോ ഇന്ന പോലത്തെ അരികളാണ്, നല്ല കോലാപ്പി പോലത്തെ അരികളാണെങ്കിൽ
പിന്നെ തൂക്കം കുറവായിക്കാരം അല്ലെ, അരി ഉള്ളുണ്ടാവും. ചില ഗുണ്ടുമണി ഉണ്ടത്തക്കാളി പോലത്തെ അരികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ തൂക്കുമ്പോൾ അരി അളന്ന് നോക്കുമ്പോൾ വ്യത്യാസം വരും. എല്ലാ അരിയും ഒരേ അളവല്ല, എല്ലാ അരിയും ഒരേ കനം തൂക്കായിരിക്കില്ല. അപ്പൊ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിത് കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ്, മുത്തിന്റെ പാത്രം. ഇവിടെ ഖുർആൻ ക്ലാസ്സിൽ ഉമ്മമാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കുറച്ചുണ്ടായിരുന്നു, ഞാൻ വന്നിട്ട് ഓരോരുത്തർക്കൊക്കെ കൊടുത്തു അത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റജബാണ്. കഴിയുന്ന ആളുകളൊക്കെ നോമ്പുകളൊക്കെ നോറ്റ് കള്ളാ ഉണ്ടെന്നൊക്കെ വീട്ടാ, കള്ളാ ഇല്ലെങ്കിൽ പിന്നെ സുന്നത്ത് നോമ്പ് എടുക്കുക, അല്ല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമുക്കിപ്പോ ഖുർആൻ ക്ലാസ്സിന്റെ കാര്യം തീരുമാനാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹാഫിൽ അഹമ്മദ് നസീബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് ഉഷാറായിട്ട് ഓതി പഠിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ഉസ്താദിന്റെ ഓത്ത് കേൾക്കല്ലേ, എല്ലാവരും കേട്ടോളൂ ട്ടാ. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്തില്ലേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ ലോകരക്ഷിതാവേ റഹ്മാനുർ റഹീമായ അല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ പഠിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ അഹ്ലുകാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന് ഖത്മ തീർക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പഠിച്ചത് മറന്നു പോകുന്ന രക്ഷിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, ഓർമ്മയിൽ നിൽക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, എത്ര പഠിച്ചിട്ടും മനസ്സിലാകാത്തവരുണ്ട് അല്ലാഹ്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമ്, അഖ്ല്, അദബൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീക്കി അല്ലാഹ് നീ ഖൈറിലാക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളിൽ അവരെയും ഞങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പല സന്ദർഭങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങളൊക്കെ നീക്കി ഖൈറിലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ, ജോലികളിൽ, കുടിൽ വ്യവസായങ്ങൾ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. ധാരാളം സക്കാത്ത് കൊടുക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, വീടില്ലാത്തവരുടെ റാഹത്തായി വീട് നൽകണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവരുടെ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുടെ ഖൈറായ ഇണകൾ എത്തിച്ചു നൽകണേ അല്ലാഹ്. വിവാഹം ഉറപ്പിച്ചിട്ട മാതാപിതാക്കളുണ്ട് റബ്ബേ, പെൺമക്കളൊക്കെ വിവാഹം ചെയ്ത് അയക്കാൻ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടമാണ് റബ്ബേ.
ഇസ്സത്തോടെ നല്ല രീതിയിൽ ഞങ്ങളെ മക്കളൊക്കെ കെട്ടിച്ചേക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. വിവാഹം ചെയ്തവരുടെയൊക്കെ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവന് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് അല്ലാ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രായം ചെന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ. അവരിതിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും അവരുടെ ഖബറിടത്തിലേക്കുള്ള പ്രകാശമാക്കി അവർക്കുള്ള മഗ്ഫിറത്തിന്റെ കവാടമാക്കി നൽകണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമരെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ ഉപ്പമാര് വല്യമ്മമാര് വല്യപ്പമാരൊക്കെ പലവരും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു റബ്ബേ. അവർക്കൊക്കെ നീ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന നൽകി റബ്ബേ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി ഖൈറിലാക്കണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ റബ്ബേ. ലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പുണ്യമായ റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നവരുണ്ട് അല്ലാ. 96 നോമ്പെടുക്കാൻ നെയ്യത്താക്കിക്കൊണ്ട് നോമ്പെടുക്കുന്നവരുണ്ട്. ഒരു സഹോദരി പറഞ്ഞു, 3 വർഷമായി നോമ്പ് നോൽക്കുന്നുണ്ട് ഉസ്താദേ, ഈ വർഷവും നോൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന്. റജബിൽ 30 ദിവസം നോമ്പ് നോറ്റ്, ഷാബാനിൽ 30 ദിവസം നോമ്പ് നോറ്റ്, റമദാനിൽ 30 ദിവസം നോമ്പ് നോറ്റ്, അങ്ങനെ പിന്നെ ബാക്കിയുള്ള നോമ്പുകളൊക്കെ ശവ്വാലിന്റെ പെരുന്നാളോ ശവ്വാൽ 1 പെരുന്നാൾ ആഘോഷിച്ച് പിന്നെ ശവ്വാൽ 2 മുതൽ 6 നോമ്പ് പിടിച്ച് 96 നോമ്പ് പൂർത്തിയാക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ പണ്ട് കാലങ്ങൾ ഞങ്ങളെ നാടുകളിലുണ്ട്. ഇന്ന് അതൊക്കെ അന്യമായി കൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവം ചിലർ മാത്രമാണ് നോൽക്കുന്നത്. അത്തരത്തിലൊരു സഹോദരി പറഞ്ഞു, ഉസ്താദെ, ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലാതെ 96 നോമ്പ് നോക്കാൻ ദുആ ചെയ്യണേ എന്ന്. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ. പ്രിയപ്പെട്ട ആ ഉമ്മാക്ക് അല്ലാഹു അത് നോറ്റ് വീട്ടുവാൻ പല ഉമ്മമാരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നോറ്റ് വീട്ടുവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن مع الصحة والعافية يا رب العالمين. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് പരമാവധി ഈ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ റജബിലെ ആദ്യത്തെ 10 പിന്നെ റജബിലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലൈഹ. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് നീ പുറത്താ പഠിച്ചോനെ, വർഹംനി എനിക്ക് നീ റഹ്മത്ത് ചെയ്തതാ പഠിച്ചോനെ, വതുബ് അലൈഹ എൻ്റെ തൗബയൊക്കെ നീ സ്വീകരിക്കുക പഠിച്ചോനെ എന്ന് പറയുന്നത് ദിക്ർ രാവിലെയും വൈകുന്നേരം 70 പ്രാവശ്യം ചെല്ലൽ സുന്നത്തുണ്ട്. ചെല്ലുണ്ടാ? ചെല്ലിക്കോളോ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹിൽ ഹയ്യിൽ ഖയ്യൂം എന്നുള്ള ദിക്ർ ആദ്യത്തെ 10 100 വട്ടം ചെല്ലണം. അപ്പം ആദ്യത്തെ 10 ആണല്ലോ, ഇപ്പോൾ 3 ആയിട്ടുള്ളൂ. അപ്പം 100 വട്ടം ചെല്ലുക സുബ്ഹാനല്ലാഹിൽ ഹയ്യിൽ ഖയ്യൂം. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എന്ത് ചെയ്യണം? 100 വട്ടം ദിവസേന ചെല്ലുക കഴിയുന്ന ആളുകൾ. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം അങ്ങനെ ചെല്ലുക. പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ദുആ ഉണ്ട്, അതറിയുന്നവർ അത് ചെല്ലുക. നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ദുആയിലൊക്കെ എപ്പോഴും അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നുള്ള ദുആ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ വിലയേറിയ ദുആയിൽ ഈ പാവത്തിനെ ഉൾപ്പെടുത്തണം കേട്ടാ. മുസീക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.